ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് കുറച്ച് പൊരിൻ്റെ വിശേഷങ്ങളും പിന്നെ റെസിപ്പി ട്രൈ ആക്കി നോക്കിനേ. അതിൻ്റെ വീഡിയോ ആണ് ഇത്. അപ്പോൾ അത് ലാസ്റ്റ് ഞാൻ ഇടാം. അപ്പോൾ ഇത് ഞങ്ങളെ മുറ്റോ ഇത് ഉള്ളിലേക്ക് വരുമ്പോൾ കൊട്ടിൽ നല്ല സോഫ ഇട്ടിന്. ഞങ്ങൾ ഒരു പഴയ സോഫ ഉണ്ടായിരുന്നത് അതിനെ മാറ്റിയിട്ട് ഒരു പുതിയ സോഫ മേങ്ങിയത് റോയലിന്. ഇപ്പോൾ കാണുമ്പോൾ ഒരു മണ്ണ് പിടിച്ച പോലെ ഇല്ലേ, പക്ഷെ അതിൻ്റെ കളറാണത്. ഞങ്ങൾ അവിടെ പോയിട്ട് നേരണ്ടായി പൊരിക്ക് വന്നാൽ ഒരു മണ്ണ് പിടിച്ച കളർ പോലെ അതിന് ഒരു കളർ ചേഞ്ച് ആകുന്ന പോലത്തെ, അങ്ങോട്ട് ഒരു വേറെ കളർ ഇങ്ങോട്ട് ഒരു വേറെ കളർ. അങ്ങനെ എൻ്റെ ഫ്രണ്ട് തന്നെ ഒരു ടീപ്പോയി ഉണ്ട്, അവിടെ ഒരു ഫ്ലവർ പോട്ട് വെച്ചിന്, ഒരു മുന്തിരി ചെടി എന്ന് ഫ്ലവർ പോട്ട് വെച്ചിന്. എൻ്റെ ഞാൻ കളർ ചേഞ്ച് ആകുന്ന കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോയിൽ നേരെ കാണുന്ന അറിയാല, പക്ഷെ നേരെ നോക്കുമ്പോൾ അറിയുന്നു. ഇങ്ങനെ ആക്കുമ്പോൾ പിന്നെ ഒരു കളറാന്ന്, എൻ്റെ വയോട്ട് വരുമ്പോൾ ഒരു നേരാന്ന് കളറ്. അങ്ങനെയാണ്. പക്ഷെ നല്ല ചേലുണ്ട്, നല്ല കുഷ്യനായിട്ട് കാണിച്ചു തരുന്നതാ. അങ്ങനെ ആക്കുമ്പോൾ പിന്നെ ഒരു കളറ്, ഇങ്ങനെ ആക്കുമ്പോൾ പിന്നെ ഒരു കളറാണ്. രണ്ട് കളറുണ്ട്, ഒരു ബ്രൗണും ഒരു ക്രീമായിട്ട്. നല്ല പാങ്ങുണ്ട്, പക്ഷെ ഇരിക്കാൻ നല്ല കുഷ്യനായിട്ട് ഇരിക്കാൻ നല്ല കംഫർട്ടാണ്. പക്ഷെ ഇങ്ങനെ കളർ ചേഞ്ച് ആണെന്ന് നമുക്ക് പൊരുക്ക് കൊണ്ടുവന്നാൽ പിന്നെയാണ് അറിഞ്ഞത്. പിന്നെ എല്ലാ ഷോപ്പിലും നല്ല ലൈറ്റിങ് വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ പോയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സോഫ. അത്ര നല്ല തെളിങ്ങിക്കൊണ്ടായിന്, നല്ലൊരു ക്രീമും ബ്രൗണായിട്ട് ഒരു മണ്ണ് പിടിച്ച കളർ പോലെ ഉണ്ടായിട്ടാണ്. എൻ്റെ പൊരിക്ക് ബന്ധാകുമ്പോൾ നമ്മളെ പൊരിൽ ലൈറ്റ് അത്ര ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് നോക്കുമ്പോൾ കുറച്ച് മണ്ണ് പിടിച്ച പോലെ ഉണ്ട്, പക്ഷെ കാണാൻ നല്ല ചേലുണ്ട്. ഇനി നേരെ ഹോളിലേക്ക് വന്ന് ഹോളിൽ വരുമ്പോൾ കുറേ ട്രോഫിയും ഞങ്ങളെ കുറച്ച് സർട്ടിഫിക്കറ്റ് എല്ലാം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ആടെ ട്രോഫി വെച്ചിട്ടുള്ളത്, അവിടേക്ക് പോവാം നമുക്ക്. ഷോക്കസിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് റബ്ബിൽ അവലിന് കിട്ടിയ ഗ്ലാസും, പണ്ട് ഗ്ലാസ് തന്നെയല്ലേ കിട്ടുന്നത്, ബൗളും ഗ്ലാസ്സും എല്ലാം അതെല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ എണ്ണം യൂസ് ആക്കിയിട്ടല്ലായി. പിന്നെ പൊതുപരീക്ഷയ്ക്ക് കിട്ടിയ 5ൻ്റെ 7ൻ്റെ 10 ഞാനിപ്പോൾ എഴുതി എത്ര പൊതുപരീക്ഷൻ്റെ എക്സാം 4 എനിക്ക് 3 ഇച്ചുണ്ട്. 4 അങ്ക് ഉൾപ്പെടെ 4 എല്ലാ സർട്ടിഫിക്കറ്റ് അതിലുണ്ട്. പൊതുപരീക്ഷ കിട്ടിയ അങ്കും എൻ്റെ ഇനി മുമ്പത്തെ ഇച്ചാക്കും +2ൻ്റെവും അങ്ക് 10ൻ്റെവും കിട്ടാറുണ്ട്. അത് ഈ റബ്ബി ലെവലിൽ കിട്ടും. എൻ്റെ ഇതെല്ലാം അങ്ക് കിട്ടിയ ട്രോഫി അങ്ക് മാത്രമല്ല എൻ്റെ ഇച്ചാക്കും എല്ലാവർക്കും കിട്ടിയത്. ഇത് നമ്മൾ WCCൻ്റെ മീറ്റപ്പിനെ പോയിട്ടാണ് അപ്പം കിട്ടിയ വി ക്രിയേറ്റീവ്സ് കമ്മ്യൂണിറ്റിയിലിട്ട്. പിന്നെ ഒരു സർട്ടിഫിക്കറ്റും കിട്ടിയത് ജന വേൾഡിലിട്ട്. ഇത് ഞങ്ങളെ ഫസ്റ്റ് അവാർഡ് യൂട്യൂബിൻ്റെ. എൻ്റെ ഇത് ഞങ്ങളെ പണ്ടത് സോഫ ഞങ്ങൾ ഈടെ റൂമിലാണ് ഇട്ടിരുന്നത്. കണ്ടത് ഫുള്ള് കീറിയിട്ടും പിന്നെ എല്ലാം പോയിന്, പിന്നെ ആണിയെല്ലാം ഉണ്ട്. അതിനുകൊണ്ട് അത് ഞങ്ങൾ അങ്ങോട്ട് സൈഡ് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് നേരാക്കും. ഞങ്ങൾ ഫുള്ള് കവറെല്ലാം ഇട്ടിട്ട് നേരാക്കിയാൽ നല്ല സോഫ ആവുമല്ലോ. എൻ്റെ ഇത് ഞങ്ങളെ പിന്നെ ഒരു ബെഡ്റൂം, അവിടെ ഫുള്ള് ബെഡ്ഷീറ്റെല്ലാം ഇട്ടിട്ട് റെഡിയാക്കിന്. ഈ ബെഡ്ഷീറ്റ് പാങ്ങണ്ട അതെല്ലാം കമൻ്റ് ആക്കുക. ഇതവിടെ ഇസ്തിരി പെട്ടിയുണ്ട്, പിന്നെ അവിടെ കപ്പാട്ട്. അങ്ങനെ ഈ റൂമാക്കിയത്. ഇനി നല്ല അങ്ങ് ക്ഷീണമായി. അപ്പോൾ ഞാനൊരു വത്തക്ക ജ്യൂസാക്കാൻ തിരിച്ച് അതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നേ. അപ്പോൾ എല്ലാവരും നോക്കിയിട്ടൊന്ന് ട്രൈ ആക്കി നോക്കാവോ. സൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയൂ നല്ല സന്തോഷമായിട്ടുള്ളതൊക്കെ. നല്ല ചൂടൊക്കെയല്ല, അപ്പോൾ നമുക്കൊരു നല്ല അടിപൊളി തണുപ്പാക്കിയിട്ട് നമുക്കൊരു വാട്ടർമെലൻ ജ്യൂസ് ആക്കാം. എല്ലാവരുടെ വാട്ടർമെലൻ ഇല്ലാതൊക്കെ ഈ ചൂട് കാലത്ത് എല്ലാ പൊരിൽ വാട്ടർമെലൻ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ആക്കി നോക്കേണ്ടത് ഈ ചൂട് കാലത്ത് എന്തായാലും ആക്കണത്. പിന്നെ ഉമ്മൊന്നും ഇല്ല, ഞാൻ ഒറ്റക്ക് ആക്കുന്നത് ഇത്. അപ്പോൾ അത് നല്ല അടിപൊളി കട്ടാക്കിയ വാട്ടർമെലൻ എത്തിന് അത് നമുക്ക് മിക്സിയിൽ ജാറിലേക്ക് ഇടാം. ഓരോന്നിട്ട് ഇപ്പോൾ വെക്കേഷനല്ല, നിങ്ങൾക്ക് ട്രിപ്പ് പോകുന്ന അതിൽ കമൻ്റ് ആക്കുക. അങ്കും പോകണമെന്നുണ്ട്, എടുക്കുന്ന ഫിക്സ് ആയിട്ടാ നിങ്ങൾ എടുക്ക് പോകുന്നതിനെല്ലാം കമൻ്റ് ആക്കുക. ഇതാ നമ്മൾ ചെയ്തിട്ട് നമ്മളെ വത്തക്കെല്ലാം മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് വിത്തെല്ലാം ഉണ്ട്, അത് വേണ്ട. ഇനിയിലേക്ക് നമുക്ക് പഞ്ചാര ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരുടെ പഞ്ചാര ഉണ്ടാവും നിൽക്കലായ. അപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1 2 3 4 5 നിങ്ങൾക്ക് ആവശ്യം ഇട്ട് കൊടുക്കാം. നമുക്ക് പിന്നെ കുറച്ചധികം മധുരം വേണ്ടതുകൊണ്ട് 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിന്. ഇതിൽ പഞ്ചാര ഇല്ലാതെ മിൽക്ക് മെയ്ഡ് വേണം ഇടാം. പക്ഷെ ഞാൻ മിൽക്ക് മെയ്ഡ് ഇടുന്നില്ല, ബത്തക്കന്നെ നല്ല മധുരത്തിൻ്റെ അല്ലേ. പിന്നെ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഇട്ടാൽ നമ്മൾ ഷുഗർ വന്നിട്ട് മേച്ചോ അതിന് വേണ്ട.
നല്ല കട്ടപ്പാൽ എടുത്തിട്ടുണ്ട്. നാളെ ഇങ്ങനെ ഉണ്ടാവും അറിയാലേ ഇത് കുടിച്ചിട്ട്. എന്നാലും ലാസ്റ്റൊക്കെ ഞാൻ കുടിക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് പാലുണ്ടാ. പിന്നെ ഞാൻ കുറച്ച് അധികം തന്നെ ഇടുന്നത്. ഈ പാലിൻ്റെ ഒരു പകുതി പാക്കറ്റാൻ കൊടുക്കുന്നത് ഞാൻ. അപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ല പാല് അടിച്ചെടുക്കാം മിക്സിയിൽ. വെച്ച് കൊടുത്താൽ ഇത് കുറച്ച് തിക്കായിട്ടുണ്ടായിനെ. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് റെഡിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പാങ്ങനെ അടിച്ച് കിട്ടീനെ. നമുക്കതാ നല്ല അടിപൊളി ജ്യൂസ് ആയിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ആക്കാം. അപ്പോൾ കാര്യം നമുക്കത് ഗ്ലാസ്സിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മളെ കിടിലൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഉമ്മാക്ക് വെച്ചിനെ. ഇനി ഞാൻ ടേസ്റ്റ് ആക്കി നോക്കട്ടെ. നല്ലുണ്ട്. ഈ ചൂട് സമയത്ത് ഇങ്ങനത്തെ ഗ്ലാസ് കിട്ടുന്നത്. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്കത് ചെറിയ ചെറിയ ജ്യൂസ് അങ്ങനത്തെ റെസിപ്പികൾ ട്രൈ ആക്കി നോക്കലുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനത്തെ വേണ്ടേ എന്നല്ല കമൻറ്റ് ആക്കുക. അപ്പോൾ ഞാൻ അങ്ങനത്തെ ട്രൈ ആക്കി നോക്കാം. ഇതെല്ലാം മസ്റ്റ് ട്രൈ. അത്ര ടേസ്റ്റ് ഉണ്ട്. ചൂട് കാലത്ത് ബത്തൊക്കെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനൊക്കെ ബത്തൊക്കെ ജ്യൂസ് ആയെങ്കിൽ അതിനാട്ടിയും ടേസ്റ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കി. ഇങ്ങനത്തെ ആദ്യം റെസിപ്പി ജ്യൂസാ വേറെ ഫുഡാ മതി ട്രൈ ആക്കണമെങ്കിൽ ഏതൊന്ന് റെസിപ്പി കമൻ്റ് ആക്കി മതി. ഞാൻ ട്രൈ ആക്കാതെ ഈ സംഭവം ഉണ്ടാ. ഇപ്പം എല്ലാവരും ഇതിൻ്റെ ഗ്ലാസ് ടൈപ്പെല്ലാം ഉണ്ടത്. ഞങ്ങളുടെ പ്ലാസ്റ്റിക് ഉള്ളതാ. ഇവിടെ ഇങ്ങനെ ടാപ്പ് വന്നിട്ട് ഇങ്ങനെ ടാപ്പ് ആക്കുമ്പോൾ ഇതിൽ വരും. നമുക്ക് ജ്യൂസെല്ലാം ഇത് ഒഴിച്ച് തന്നെ വെക്കാം. പക്ഷെ ഇത് നല്ല ക്വാണ്ടിറ്റിയുള്ള ജ്യൂസെല്ലാം ഒഴിക്കണം. അങ്ങനെ അങ്ങനെ ഗസ്റ്റ് എല്ലാം വരുമ്പോൾ നല്ല അടിപൊളി സാധനം ഇത്. ഇത് ഇച്ച കൊണ്ടുവന്നത് ബാംഗ്ലൂരിൽ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. എൻ്റെ കളറായെങ്കിലും ഒരു ഗ്രേയും വൈറ്റും ആയിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടതാ പോവാ. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് വരും. അപ്പം ഇങ്ങനത്തെ നിങ്ങൾ പൊരിലുണ്ടാകുന്നില്ല കമൻ്റ് ആക്കുക. അപ്പോൾ ഇത്രയും വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ പുതിയ വീഡിയോ വേണമെങ്കിൽ നമുക്ക് കമൻ്റ് ആക്കാം. അപ്പോൾ ഇത്രയും. ബൈ ബൈ. അസ്സലാമു അലൈക്കും.